കനത്ത മഴ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണോ? അപ്പൊ ഇന്ന് തൊടുപുഴയില് നമ്മുടെ ചെറിയ വലിയ ഒരു ഓണാഘോഷം നടക്കുകയാണ് അല്ലെ? യെസ്, ഇടുക്കിയുടെ സ്വന്തം FM സ്റ്റേഷൻ ജൂണിൽ 90.8 ആണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓണാഘോഷം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോഴും പാടാറുണ്ടല്ലേ, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അപ്പൊ അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും മാവേലി മന്നൻ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. കഴിഞ്ഞ വട്ടം അദ്ദേഹം ഇവിടെ വന്ന് പോയപ്പോ കാണാത്തൊരു സംഗതി ഇപ്രാവശ്യം അദ്ദേഹം കണ്ടു അല്ലേ? കഴിഞ്ഞ വട്ടം ഇവിടെ വന്ന സമയത്ത് ജൂണപ്പം ഇവിടെ ഇല്ലായിരുന്നു. ഇക്കൊല്ലം വന്നപ്പോഴാണ് ജൂണപ്പം കണ്ടത്. അപ്പൊ പിന്നെ ജൂണപ്പം ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അതെ, അപ്പൊ ആ കൂട്ടത്തിലാണ് നമ്മുടെ ഐക്യാംസിന്റെ പുലിക്കുട്ടികളെ അദ്ദേഹം കണ്ടുമുട്ടിയത്. അപ്പൊ പിന്നെ അവരുടെ കൂടെ ഈ ഒരു ഓണം തൊടുപുഴക്കാരുടെ കൂടെ അങ്ങോട്ട് ആഘോഷിക്കാന്ന് തീരുമാനിച്ചു. അപ്പൊ എന്തായാലും നമ്മുടെ ഒഫീഷ്യൽ ഓണാഘോഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റേഡിയോ ഓണം co-powered by ഐക്യാംസ് അക്കാദമി. ആൻഡ് ഈ റേഡിയോ ഓണം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജൂണിൽ 90.8 ഇടുക്കിയുടെ തൊടുപുഴയുടെ സ്വന്തം റേഡിയോ സ്റ്റേഷൻ. അപ്പൊ നമ്മുടെ ഈ ഒരു റേഡിയോ ഓണത്തിന്റെ ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് കുറച്ച് പേരെ ഒഫീഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ തെരേസയെ ഏൽപ്പിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ തൊടുപുഴ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. റേഡിയോ ഓണം കളറാക്കാൻ പോവാണ്. അപ്പൊ ഈ നിമിഷത്തിൽ നമ്മളോട് എല്ലാവരുടെ ഒപ്പം ഒരുപാട് ഒഫീഷ്യൽ ആയിട്ടുള്ള പേഴ്സൺസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്വാഗതം ചെയ്യുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PR ആയിട്ട് സർ. വെൽക്കം ടു റേഡിയോ ഓണം. യെസ്, അപ്പോൾ സാറിന് ചെറിയൊരു പൂവ് കൊടുക്കാനായിട്ട് അവരുടെ കൂടി സ്വാഗതം ചെയ്യാം. ഹാപ്പി അതുപോലെ തന്നെ നമുക്കിത് ചെയർപേഴ്സൺ എത്തുന്നതായിരുന്നു. അപ്പോൾ ഭാഗത്തിലായിരുന്നു നമ്മളോടൊപ്പം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബൈദ സയ്യിദ് മുഹമ്മദ് എത്തിയിട്ടുണ്ട്. വേണ്ടത് ഒരുപാട് സ്നേഹത്തോടെ ഇതാ റേഡിയോ ഓണത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഒരു കൈ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ വിട്ടുപോയിട്ടില്ല. അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA സാറ് അബു ജോൺ ജോസഫ്, അദ്ദേഹം നമ്മുടെ കൂടെ ഇവിടെ ഇപ്പൊ ജോയിൻ ചെയ്യാനിരുന്നതാണ്. പക്ഷെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് അദ്ദേഹം പ്രൈവറ്റ് സ്റ്റാൻഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പൊ റേഡിയോണത്തിന്റെ യാത്ര ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ അല്ലേ? ഇനി ഒരുപാട് സ്ഥലങ്ങൾ എത്താനുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ തരാനുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒഫീഷ്യലായിട്ട് വെൽക്കം ചെയ്യുന്നത് ജനഹമാരി സ്റ്റേഷൻ ഡയറക്ടർ ആയിട്ടുള്ള അശ്വിൻ സാറിനാണ്. സാർ, റേഡിയോ ഓണത്തിലേക്ക് സ്വാഗതം. ഒഫീഷ്യലായിട്ട് ഓക്കെ, സാറിന് കൊടുത്ത് നമ്മൾ വെൽക്കം ചെയ്തു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മളിപ്പോൾ കട്ടയ്ക്ക് കുറേ പുലികുട്ടികളൊക്കെ ആയിട്ടുള്ള ഐക്യാംസ് അക്കാദമിയുടെ രണ്ട് എന്താ പറയുക നെടുത്തുകളുണ്ട്. അജീഷ് സാറും ദിലീപേരും രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം. ആൻഡ് നമുക്ക് ഈ ഒരു റേഡിയോ ഓണം കളറാക്കണം. ഓക്കെ, തൊടുപുഴയുടെ ഓണം കളറാക്കാനായിട്ട് ഐക്യാംസ് സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു റേഡിയോ ഓണം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇടങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇടുക്കിയുടെ സ്വന്തം റേഡിയോ ജൂണിൽ 90.8. അതുപോലെ തന്നെ ഐക്യാംസ് അക്കാദമി തൊടുപുഴ നമ്മുടെ മൊബിലിറ്റി പാർട്ണർ യമഹ ട്രാവൽസ് യമഹ. യെസ്, അപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാട് കുട്ടികൾ ഐക്യാംസ് നമ്മളോട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഐക്യാംസിലെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്വാഗതം. അടിച്ചു പൊളിക്കണം. റെഡിയാണോ? മഴയത്ത് എനർജി പോയോ? ഇല്ല. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഡാൻസ് ടീം വിഷ്വൽ ടീം ചേർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, നമ്മളെ ശരിക്കും പറഞ്ഞ കലാപരിപാടി വികസിപ്പിക്കാൻ പോകുന്നവരാണ്. അപ്പൊ അവർക്ക് ഒരു വലിയ പേര്. അത് മാത്രമല്ല, തൊടുപുഴയിൽ വിശ്വസ്തയുടെ ഡാൻസ് ഇല്ലാത്ത പരിപാടി ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ തൊടുപുഴയ്ക്ക് ഒരു പരിപാടി നടക്കുമ്പോൾ വിശ്വസ്തയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? അല്ല, അതാണ്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഇവിടെ ഒരുപാട് പേരോട് കിട്ടുന്നവരെ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ റേഡിയോ ഓണത്തിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അടിച്ചു പൊളിക്കാം കേട്ടോ. യെസ്, അപ്പൊ അതുപോലെ തന്നെ നമ്മളോടൊപ്പം റോയൽ സാറും ചേർന്നിട്ടുണ്ട്. അപ്പൊ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റോയൽ സാർ, സ്വാഗതം. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് ആ ഒരു ചടങ്ങിലേക്ക് കടക്കാം അല്ലെ? നമ്മുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ റേഡിയോ ഓണത്തിന്റെ ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് ചടങ്ങിലേക്കാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് റേഡിയോ ഓണം ഒഫീഷ്യലി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ റേഡിയോ ഓണത്തിന്റെ ഒരു ജൈത്രയാത്ര ഇവിടെ തുടരാണ്. അപ്പൊ കണ്ടും കേട്ടും നിൽക്കുന്നവരെല്ലാവരും കൈയടിച്ച് അതുപോലെ തന്നെ പങ്കെടുത്ത് ഈ ഒരു യാത്രയെ അടിപൊളിയാക്കി തരണം.
iCAMS Academy, Thodupuzha, and നമ്മുടെ mobility partner, Yamaha Travels, Yamaha Thodupuzha. അപ്പോൾ വികസന കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള നമ്മുടെ മേഡത്തിനെ കൂടി ഇതാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം തന്നെ മാവേലിയും കൂടി ചേരുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഈ റേഡിയോ ഓണം കളറാക്കാൻ ഇതാ ഫ്ലാഗും കർമ്മത്തിലേക്ക് ചേരാം. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കാട്ടോ. നമുക്കിത് കളറാക്കാൻ എല്ലാവരും ഒപ്പം തന്നെ വേണം. യെസ്, പുലി 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 ഒന്നുമില്ലാതെ ഒന്നും തടസ്സമല്ലാതെ കേരളം ആഘോഷിക്കുകയാണ്. യെസ്, റേഡിയോ ഓണം ഒഫീഷ്യലി നമ്മൾ ഇവിടെ ഇങ്ങനെ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പലർക്കും അറിയില്ലായിരിക്കും എന്താണ് ഈ റേഡിയോ. യാത്രയൊന്നുമല്ല, നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ തരാൻ പോകുന്നുണ്ട്. ഓണക്കോടി കൊടുക്കും, പായസം കൊടുക്കും, പായസം കിറ്റ് കൊടുക്കും. പായസം വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല, സമയം എല്ലാവരും നമ്മൾ കൊടുത്തേനെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കും. നമ്മൾ പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. ഓണം ആകുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പല ഐറ്റംസും ഇനി വരാനിരിക്കുന്നുണ്ട്. കുട്ടി കുട്ടി ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിനെ ക്യാൻസൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഇവിടെ ഒരു കുട്ടി ഗെയിം ഷോ ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ നിങ്ങൾ പങ്കെടുത്ത് ഉത്തരം പറയുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട്. എല്ലാവർക്കും സമ്മാനമുണ്ട്. ആരും നമ്മൾ നിരാശപ്പെടുന്നില്ല കേട്ടോ. ഓക്കെ, ഈ ഓണത്തിന് ഒരു ഗെയിം ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എന്നുള്ളതല്ലേ? നമുക്ക് ആ ഒരു ഗെയിമിന് ഒരു ലോഞ്ച് കൊടുത്താലോ? തീർച്ചയായിട്ടും. അപ്പോൾ ലോഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് വാർഡ് കൗൺസിലർ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുള്ള സുബീനെ മേഡത്തിനെ സ്വാഗതം ചെയ്യാണ്. 2 വാക്കുകൂടി ഒരു ആശംസ. ഹാപ്പി ഓണം. നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് ഇത് എന്ത് പരിപാടിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് വിളിച്ചത് വേളയിൽ ഓടി വന്നതാണ്. ഈ റേഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലം മുതൽ റേഡിയോ വീട്ടിൽ വെച്ചിരുന്ന വാർത്തകൾ കേൾക്കുകയും ചലച്ചിത്രഗാനം കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ ന്യൂ ജനറേഷൻ വന്നതിൽ പിന്നെ എല്ലാം മാറി. ചോദ്യം അങ്ങോട്ട് ചോദിച്ചേക്കാം. മാഡത്തിന് ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ റേഡിയോ ഓണത്തിന്റെ ആ ഒരു ഗെയിം ലോഞ്ച് ഇതാ നമ്മളിവിടെ നടത്താൻ പോകണം. അപ്പൊ മാഡത്തിനുള്ള ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് നോക്കാട്ടോ. യെസ്, എളുപ്പമുള്ളത് വേണം, ഇച്ചിരി പാടുള്ളത് വേണം. എളുപ്പമുള്ളത് മതി. അങ്ങനെയാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. ഓണാട്ടുകാരെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഓണമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അത് ഏത് ജില്ലയിലാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഘോഷമാണ്. അത് കേരളത്തിൽ എല്ലാവർക്കും ഈ ഓണം നല്ല രീതിയിൽ കൊണ്ടാടും. അപ്പൊ ഓണാട്ടുകാരെ വളരെ ഡിപ്ലോമാറ്റിക് ആയി മനസ്സിലാണ്. പക്ഷേ ഈ ഒരു എന്താ പറയുക, അതാരെ പറഞ്ഞേ അത് പറഞ്ഞാലേ നമുക്കൊന്ന് കാര്യമായിട്ട് കാണണം. തൃശ്ശൂരല്ല. അപ്പൊ കാണണ്ടേ? സാറാ പറഞ്ഞു. ഇല്ല, ഇത് പണ്ട് നമ്മള് കോപ്പി ചെയ്യുന്ന പോലെ എള്ളോണമില്ല പൊളി വചനം. പക്ഷെ പൊളിഞ്ഞു ഇപ്പൊ തന്നെ പൊളിഞ്ഞു. സാരില്ല, ആ പ്രശ്നം നമുക്ക് അങ്ങ് പാസ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഗെയിം ലോഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ആപ്പിന്റെ ഒരു ലോഞ്ച് ബാക്കിയുണ്ട്. നമ്മുടെ ജൂൺ എഫ്എമ്മിന്റെ ഇതായിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ആപ്പ് ലോഞ്ചിന് വേണ്ടിയിട്ട് ആരാണ് എത്താൻ പോകുന്നത്? നമ്മുടെ ജൂൺ എഫ് എം ടീം തന്നെയാണ് നമ്മളെ ആപ്പ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് ജൂൺ എഫ് എം മൊബൈലിലൂടെയും എവിടെ ഇരുന്നും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ജൂൺ എഫ് എം കേൾക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ പോവുക, ജൂൺ എഫ് എമ്മിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഈ ആപ്പിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ പ്രത്യേകതകളെ കുറിച്ച് നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ നിങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഒഫീഷ്യലി നമ്മുടെ ആപ്പ് അങ്ങോട്ട് ലോഞ്ച് ചെയ്താലോ? എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു ഓണാഘോഷം ഇവിടെ സംഘടിപ്പിക്കാൻ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നു. പിന്നെ നമ്മുടെ ജൂൺ എഫിൻ്റെ പേരിലുള്ളൊരു ആപ്പുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് റേഡിയോ കേൾക്കാനും തൊടുപുഴയിലുള്ള ഓഫേഴ്സുകളെല്ലാം അറിയാനും പിന്നെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തെയും അപ്ഡേറ്റുകൾ അറിയാനും പിന്നെ ഡയറക്ടറി ഫോൺ നമ്പേഴ്സ് അറിയാനും
വിചാരിച്ചു ഓക്കെ ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ 10 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കേട്ടോണ്ട് ഉത്തരം അറിയാവുന്ന ഒരു കൈ പൊക്കുക, നിങ്ങളുടെ അടുത്തേക്ക് മയക്ക് കൊണ്ടിരുന്നതായിരിക്കും. അപ്പൊ അതിൽ വിജയിക്കുന്നവർക്ക് വലിയൊരു ഗ്രാൻഡ് പ്രൈസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. റെഡി? യെസ് റെഡിയാണ്. അപ്പൊ ആരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാണ് പറഞ്ഞു എനിക്ക് തോന്നുന്നു. ഇവിടെ ഉത്തരം പറയാനായിട്ട് രണ്ടുപേരും ഇങ്ങനെ റെഡി ആയിട്ട് തൂണൊക്കെ ചേർന്നിട്ടുണ്ട്. Okay. ചോദ്യങ്ങൾ ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള ദിവസങ്ങളിൽ പൂക്കളിടും. ഓരോ ദിവസം മാറും നമ്മൾ ചതുരത്തിൽ പൂക്കൾ ഇടാറുണ്ട്. അത് ഏത് നാളിലാണ് എന്നുള്ളതാണ് ചോദ്യം. ചതുരത്തിൽ പൂക്കൾ ഇടുന്ന നാൾ ഏതാണ്? ബിജു സാറിന് എന്തോ പറയാനുണ്ട്. തൃശ്ശൂർ പോലെ എന്തോ ഒരു ഇതിൽ പറയാനുണ്ട്. അത്രേ ഉള്ളൂ. പൂക്കൾ ഒരു ദിവസം ചതുരത്തിലിടും. അത് ഏത് നാളും? ഓക്കെ ഓക്കെ, ബിജു സാർ എന്താ പറയുന്നില്ല, എല്ലാവരും ഡയറക്റ്റ് ചെയ്തിട്ടാണ്. ആർക്കെങ്കിലും ഓണം പോലെ ഐശ്വര്യമുള്ള നാട് ഏതാണെന്ന് ചേട്ടനറിയോ? ഓണം പോലെ ഐശ്വര്യമുള്ള നാട് അറിയാമോ? ഗസ് ചെയ്തോ? ചുമ്മാ gift അടിച്ചിട്ടുണ്ട്. ഓണം പോലെ ഗസ് ചെയ്തോ? ഓണം പോലെ ഓണമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നാട്. ഇതാണ് ഏറ്റവും നല്ല നാടല്ല. നാടിന്റെ പേര് ഓക്കെ ചേട്ടൻ പറയും. എനിക്കറിയാം. ഓക്കെ, ഇവിടെ ഒരു ഉത്തരം പറയും. കുറച്ച് കാര്യങ്ങൾ ഓണാട്ടുകാരെ പറ്റി പറയാം. 40 വർഷം മുമ്പ് ഓണാട്ടുകാരെ കേട്ടായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന കാലം. അപ്പൊ ചേട്ടൻ ഓണനാട് എന്ന് പറയുന്ന മാവേലിക്കര കായംകുളം ചെന്നൈ ഇപ്പോഴത്തെ ആ 3 സ്ഥലങ്ങളും പോകുന്നതാണ് ഓണാട്ടുകര. അതുപോലെ തന്നെ നമ്മുടെ ആയിക്കാൻസിലെ പിള്ളേരുടെ പാലക്കാട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഈ ഓണാഘോഷത്തിന്റെ ഭാഗമാകാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് തൊടുപുഴയുടെ സ്വന്തം റേഡിയോ, ഇടുക്കിയുടെ സ്വന്തം തൊടുപുഴയുടെ സ്വന്തം റേഡിയോ ജനക്രമം ഐക്കാൻസ് അക്കാദമിയും നിങ്ങളേവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സന്തോഷത്തിന്റെയും തൊടുപുഴയുടെ ജോലിതൻ 90.8 നിങ്ങളേവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ജീവിതത്തിൽ കൂടുതൽ പ്രകാശവും ഐശ്വര്യവും നിറയ്ക്കട്ടെ. ഇത് ജൂൺ 90.8 റേഡിയോ ഓണം.